24 ബിഗ് ബ്രേക്കിംഗ്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. ഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും BJPയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും S. രാജേന്ദ്രൻ പ്രതികരിച്ചു. CPIയുമായി അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ടെന്നും അത് തീർത്ത ശേഷം അംഗത്വം പുതുക്കാമെന്നും S. രാജേന്ദ്രൻ പറഞ്ഞു. ഞാൻ എന്നാ BJPയിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവർ കാണാൻ ചുമതലക്കാർ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. S. രാജേന്ദ്രൻ ഇന്നോ നാളെയോ BJP അംഗത്വം എടുക്കുമെന്നാണ് സൂചന. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇതിനിടെ ഡൽഹിയിലെത്തി. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, അപ്പോൾ എപ്പോൾ പ്രതീക്ഷിക്കാം S. രാജേന്ദ്രന്റെ BJP പ്രവേശനം? ഉന്മേഷ്, നമുക്ക് BJP കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ ഇന്നോ നാളെയോ S. രാജേന്ദ്രൻ BJPയിലേക്ക് ചേരുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച നമുക്ക് വിലയിരുത്തേണ്ടത്. എന്തായാലും കൂടിക്കാഴ്ച സംബന്ധിച്ചിപ്പോൾ S. രാജേന്ദ്രൻ 24 വ്യക്തമാക്കിയത് പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്നും അതോടൊപ്പം തന്നെ BJPയിലേക്ക് ചേരാൻ ഉദ്ദേശമില്ല എന്നും S. രാജേന്ദ്രൻ വ്യക്തമാക്കിയെങ്കിലും ഇപ്പോൾ BJP നേതാവ് പ്രത്യേകിച്ചും K. സുരേന്ദ്രൻ ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇന്നോ നാളെയോ BJPയിലേക്കുള്ള S. രാജേന്ദ്രന്റെ പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും S. രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച കേവലം ഒരു സൗഹൃദ കൂടിക്കാഴ്ചയെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാം. പ്രത്യേകിച്ചും S. രാജേന്ദ്രൻ അത് CPMന്റെ അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ജില്ലാ നേതൃത്വമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം LDFന്റെ കൺവെൻഷൻ വേദിയിൽ പങ്കെടുത്തെങ്കിൽ പോലും അതിനുശേഷമാണ് ഡൽഹിയിലെത്തി S. രാജേന്ദ്രൻ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. എന്തായാലും K. സുരേന്ദ്രൻ ഡൽഹിയിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വൈകാതെ തന്നെ S. രാജേന്ദ്രനെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട് അണിയറയിൽ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. നമുക്കറിയാം CPM നേതൃത്വവുമായി കഴിഞ്ഞ ഏതാനും നാളുകളായി S. രാജേന്ദ്രൻ അകൽച്ചയിലാണ്. അതിനുശേഷം BJPയിലേക്ക് പോകുന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ട് S. രാജേന്ദ്രനെ CPMയിലേക്ക് തിരികെ നിലനിർത്താനുള്ള ഒരു നടപടികൾ ആരംഭിച്ചത്. പക്ഷെ അപ്പോഴും ആ ഒരു നടപടിയിൽ നിന്ന് പിന്നീട് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുണ്ടായ മുന്നോട്ട് പോകും ഉണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഇന്നോ നാളെയോ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ഈ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കറിയാം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രസക്തി കാരണം പത്മജ വേണുഗോപാൽ നേരത്തെ BJPയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലെ ഒരുവിധം പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരത്തിൽ BJPയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് ഈ അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും മൂന്നാറിലെ തോട്ടം മേഖലയിലും പ്രത്യേകിച്ച് തമിഴ് സ്വാധീനമുള്ള മേഖലയിലടക്കം രാജേന്ദ്രനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇടുക്കി കേന്ദ്രീകരിച്ച് നടന്നത്, സംസ്ഥാന നേതൃത്വവുമായി നടത്തിയത്. എന്തായാലും അതിന്റെ ഒരു ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ ഒരു കൂടിക്കാഴ്ച എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. വരും മണിക്കൂറുകൾ നമുക്കതിലൊരു തീരുമാനമാകും. ഒരുപക്ഷെ ഇന്നോ നാളെയോ രാജേന്ദ്രൻ BJPയിലേക്ക് ചേരുമെന്നാണ് നമുക്ക് BJP കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന വിവരം. 24 ഈ വാർത്ത ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.